ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ അല്ല ചെയ്യുന്നത്. ഇന്ന് ഞാൻ രണ്ട് ടൂൾസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത് കേട്ടോ. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും കുറച്ചു പേർക്കൊക്കെ ഇതിനെ പറ്റിയിട്ട് ഒരു അറിവില്ലെങ്കിൽ അവർക്കിതൊരു പുതിയ ഇൻഫോർമേഷൻ ആകുമല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ തയ്ക്കുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് ടേപ്പ് വേണം, പിന്നൊന്ന് സ്കെയിൽ വേണം, പിന്നൊന്ന് ചോക്ക് വേണം. ഈ ചോക്ക് ചില ആൾക്കാർ തുണിയിൽ ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്ത് കട്ട് ചെയ്യുന്നവരുണ്ട്. ചിലർ എന്നെ പോലെ പാറ്റേൺസ് വരച്ച് പിന്നീട് അത് തുണിയിൽ ട്രേസ് ചെയ്ത് കട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഈ 2 കാര്യങ്ങളിലും ചോക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഈ ചോക്ക് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത്ര നീറ്റ്നെസ് കിട്ടാറുണ്ടോ? നമ്മൾ ആ ചോക്ക് വെച്ച് വരയ്ക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ പൊടികൾ സ്പ്രെഡ് ആവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ വരച്ച ലൈന് പുറത്തൂടെ കട്ട് ചെയ്യുമ്പോഴും ആ ചോക്കിൽ നിന്നുള്ള പൊടികൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തുണിയിലെല്ലാം പറ്റാറുണ്ട്. അപ്പൊ ഇത് പിന്നീട് മാഞ്ഞു പോകാൻ നല്ല ബുദ്ധിമുട്ടാണല്ലേ? അല്ലെങ്കിൽ നമ്മളത് നല്ലോണം കഴുകിയെടുക്കണം, ആ ഒരു ലൈൻസ് എല്ലാം മാറണമെങ്കിൽ. അപ്പൊ അത് നമ്മുടെ തയ്യലിനെ വൃത്തിയിൽ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു ഡ്രസ്സ് നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് മാത്രം നീറ്റായിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിപ്പം നല്ല വൃത്തിക്കെല്ലാം തയ്ച്ചു, പക്ഷെ നമ്മൾ വരച്ച മാർക്കിങ്സ് എല്ലാം ആ തുണിയിൽ കാണുന്നുണ്ടെങ്കിൽ അതും വൃത്തിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അപ്പം ഈ ഒരു കാര്യങ്ങൾക്ക് സൊല്യൂഷൻ ആയിട്ടാണ് നമുക്ക് ഇന്ന് മാർക്കറ്റിൽ 2 കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ഹീറ്റ് ഇറേസബിൾ പെന്നും മറ്റൊന്ന് വാട്ടർ ഇറേസബിൾ പെന്നും. അപ്പം ഈ 2 പെൻസും ചോക്കിനെ വെച്ച് നോക്കുമ്പം എത്രത്തോളം നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ആദ്യത്തെ പ്രോഡക്റ്റ്. ഇതിന്റെ പേര് വന്നിട്ട് വാട്ടർ ഇറേസബിൾ പെൻ എന്നാണ് കേട്ടോ. ഇത് ഒരു പീസിന് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 25 രൂപയായിരുന്നു ഇതിനൊരു പീസിന്. ഇത് നമ്മുടെ എക്സാക്ട് സ്കെച്ച് പെൻ പോലെയൊക്കെ തന്നെയാണ്. അതിന്റെ നിബായാലും കാര്യങ്ങളെല്ലാം കറക്റ്റ് സ്കെച്ച് പെൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. ബ്ലൂ കളറാണ് ഇതിന്റെ ഇങ്കിന് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ പെന്നാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ മാർക്കിങ്സ് എല്ലാം ചെയ്തതിന് ശേഷം ഉടുപ്പെല്ലാം തയ്ച്ചു കഴിയുമ്പോൾ പുറത്തൂടി എന്തെങ്കിലും വരകളും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ വരയുടെ പുറത്തൂടെ നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അത്രയും ഭാഗത്തെ വര നമുക്ക് മാഞ്ഞു പോകുന്നത് കാണാനായിട്ട് കഴിയും. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ വരകൾ കാണുമ്പോൾ നമ്മൾ ആ ഭാഗമെല്ലാം ഇങ്ങനെ വെള്ളം തൊട്ട് മായ്ച്ച് കളയുമ്പോൾ നമുക്ക് അത്രയും സമയം എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. തന്നെയല്ല, നമ്മുടെ ഡ്രസ്സ് അത്രയും നനഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ, പിന്നെ അത് നമ്മൾ ഉണക്കണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒന്നുകൂടെ അയൺ ചെയ്യേണ്ടിയൊക്കെ വരും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെക്കാട്ടിലും എന്തുകൊണ്ടും എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് ഞാൻ ഇപ്പം ഈ കാണിക്കുന്ന ഹീറ്റ് ഇറേസബിൾ പെന്നാണ്. ഇത് ഒരു പീസിന് വന്നിട്ട് 15 രൂപ എങ്ങാണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ എക്സാക്ട് നമ്മുടെ പെന്നിൻ്റെ ഒക്കെ റീഫിൽസ് ഇല്ലേ, അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര തിന്നായതുകൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പാടായിരിക്കും അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ എങ്ങനെയാണോ പെൻ കൊണ്ട് വരയ്ക്കുന്നത് അതേപോലെ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിത് മാർക്ക് ചെയ്ത് പോകും. നല്ല ഡാർക്ക് കളറുമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്കിങ്സ് ഒക്കെ ചെയ്താലും കാണാൻ കഴിയും. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഏതെങ്കിലും വരയും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അപ്പം തന്നെ മാഞ്ഞു പോകുന്നത് കാണാൻ കഴിയും. അപ്പൊ നമ്മൾ ഡ്രസ്സ് എന്തായാലും തയ്ച്ചു കഴിയുമ്പോൾ നമ്മൾ അത് ഒന്നുകൂടെ ഒന്ന് ഭംഗിയാവാൻ നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കും അല്ലേ. അപ്പം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും വരകളൊക്കെ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം അങ്ങ് അയൺ ചെയ്യുമ്പോൾ അതങ്ങ് മാഞ്ഞു പോകും. അപ്പൊ എന്തുകൊണ്ടും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നുള്ളത് നമ്മുടെ വാക്സ് ചോക്ക് ആണ്. വാക്സ് ചോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ചോക്ക് പോലെ തന്നെയാണ്. പക്ഷെ നമ്മൾ നോർമൽ ചോക്കിലൊക്കെ വരയ്ക്കുമ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പൊടിയും കാര്യങ്ങളെല്ലാം സ്പ്രെഡ് ആവും. പക്ഷെ വാക്സ് ചോക്കിൽ അങ്ങനെ ഒരു കാര്യം വരുന്നില്ല. നമ്മൾ വരച്ച ആ വര അങ്ങനെ തന്നെ നിൽക്കും. നമ്മൾ പിന്നെ വാഷ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ അത് പോകത്തുള്ളൂ. അപ്പം ചോക്കിനെ വെച്ച് നോക്കുമ്പം നല്ലത് വാക്സ് ചോക്ക് ആണെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഒരു 3 പ്രോഡക്റ്റ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ടാമത് കാണിച്ച പ്രോഡക്റ്റ് ആണ്. അതായത് നമ്മുടെ ഹീറ്റ് ഇറേസബിൾ പെന്നാണ് കേട്ടോ. ആർക്കെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഹീറ്റ് ഇറേസബിൾ പെൻ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.